നമ്മുടെ അൺബോക്സിംഗ് വിത്ത് സബ്സ്ക്രൈബേഴ്സ് എന്ന നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ അല്ല ആ ഒരു ഇതിട്ട സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ വന്നു കേട്ടോ. പക്ഷെ ആദ്യം വിളിച്ച ആൾക്കാരാണ് കേട്ടോ അവർ. കൊല്ലത്ത് നിന്ന് വന്നൊരു ടീമാണ്, ഒരു 2 ഫാമിലീസാണ്. അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവർ നമ്മുടെ പുറകിലൂടെ വരുന്നുണ്ട് കേട്ടോ. അതെ, ഒന്ന് കാണിച്ചു കൊടുത്തരാം. ഇതാ വരണമാണ് അവർ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവരുമായിട്ട് ഇന്ന് എന്താ പറയുക അൺബോക്സ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് ശേഷം നമ്മുടെ ആ പ്രോഡക്റ്റ് അവർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഒരുപാട് പ്രോഡക്റ്റ് വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്യാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പരിപാടി. കൊല്ലത്തുനിന്ന് അവർ വരണേ. എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ എന്താ പറയുക കൊടുക്കാൻ പറ്റണമെന്നില്ല കേട്ടോ. പക്ഷേ എങ്കിലും നമ്മളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാമെന്ന്. കാരണം ഒരുപാട് ഹെഡ്ഫോണുകളും ഈ സ്മാർട്ട് ഫോണൊക്കെ നമ്മുടെ അധികം കിട്ടുന്നതൊക്കെ ആയിരുന്നിക്കണം. യെസ്, ഞാൻ എന്തായാലും വണ്ടി എന്തായാലും ഇവിടെ വന്നു കേട്ടോ. യെസ്, കുറച്ച് വരെ ബാ അതെ, കഴിഞ്ഞ ദിവസം നമുക്ക് വന്നതാണ് VIVO TWS ഇയർഫോണാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് പറയായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. ഇവരെ കാണിക്കണം. ഇവരെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ സുഹൃത്തുക്കളാണ്, കൊല്ലത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് വേണം ആ വീഡിയോ ചെയ്യാനായിട്ട്. ബാ, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ബാ കമോൺ. അതിഥികൾ അതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എൻ്റെ പേര് അജിൻ. എൻ്റെ പേര് രേഷ്മ. നമ്മൾ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നെ വിളിച്ച ആൾക്കാരാട്ടോ ഇവര്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഒരു തുടക്കമാണ്. ഇതിപ്പോൾ ഒരു തുടക്കം, ഒരു വീഡിയോ ആണ്. ഇങ്ങനെ നമ്മൾ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇവര് ബ്ലോഗേഴ്സാട്ടാ. ഫാമിലി ആൻഡ് ട്രാവലിംഗ് വ്ളോഗ്സ്. ചാനലിന്റെ പേര് പറഞ്ഞോ? യെസ്. അപ്പോൾ എന്തായാലും ലിങ്കിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ഒരുപാട് പ്രോഡക്റ്റ് അങ്ങനെ വരുതേ. അപ്പൊ ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് സംവദിക്കാനൊരു വേദിയും ആവും, അവർക്ക് ഇത് കൊടുക്കുകയും ചെയ്യാം. ആരിതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാലും ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം അല്ലേ? പറ അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഒരു ചെറിയൊരു നാണമുണ്ടാ നമ്മളിങ്ങനെ ഇത്രയും വലിയൊരു യൂട്യൂബറിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്ന ആദ്യമായിട്ടാണ്. ഞങ്ങള് അല്ല ആദ്യമായിട്ട് ഞങ്ങള് അന്ന് വീഡിയോ കോൾ ചെയ്തില്ലേ, അന്നേരം തന്നെ ഞങ്ങൾക്കില്ലേ മോഹൻലാലൊക്കെ വിളിക്കുന്ന ഒരു മമ്മിയെടുത്ത് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമായിരുന്നു. ഇക്ക മോഹൻലാൽ എന്നൊക്കെ പറയല്ലേ, അവന്മാർ നമ്മളെ പിള്ളേര് ചീത്ത പറഞ്ഞ് കൊല്ലും മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു. അല്ല, നമുക്ക് ആ ഒരു ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ട് വരുന്ന ഒരു അല്ല. ഇതെന്താണെന്നറിയോ, ഇതിന്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതില് ഞാൻ ഒരു കഴിഞ്ഞ ദിവസം പറയണ്ടായി. അപ്പൊ ഇതിനൊപ്പം നമുക്കിത് പൊട്ടിക്കല്ല അല്ലേ? നിങ്ങളിത് പൊട്ടിച്ചോ? കഴിഞ്ഞ ദിവസം നമ്മൾ പറയണ്ടായി ഇതിൻ്റെ അകത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടുക അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് വരിക എന്നല്ല, ഇത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ താല്പര്യം കാണിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ വിവോന്റെ ഒരു ചെയ്താൽ പോലും എന്താ പറയാ, അപ്പൊ ഞാൻ തന്നെ ചെയ്യുന്ന ഒരു രസമില്ല. അപ്പൊ നിങ്ങളെയും കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷനും കൂടെ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. ആദ്യമായിട്ട് ഹെഡ്ഫോൺ വാങ്ങിച്ചെന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടാ? ഹെഡ്ഫോൺ വാങ്ങിച്ചത് കോളേജിൽ വന്ന സമയത്താണെന്ന് തോന്നുന്നു. ആണോ? നിങ്ങളാ? ഞാനൊരു +2 10th ടൈമിൽ ആണല്ലേ? അല്ല, പല ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗേഴ്സായ ആൾക്കാർക്ക് ഇങ്ങനെ ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, ഇത് കിട്ടിയാൽ പോലും നമ്മളിത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ടെക് വ്ളോഗേഴ്സായ ആൾക്കാർ എന്തായാലും തിരിച്ചു കൊടുക്കണം. അപ്പൊ ഒരാൾ ഇതിന്റെ പ്ലാസ്റ്റിക് കളഞ്ഞു, ഒരാൾ ഇത് തുറക്ക്, എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. തുറക്കലൊക്കെ ഒരു ചലഞ്ചിങ് ആട്ടോ. അല്ല, ഇതെന്താ പറയുക, ഇത് സത്യം പറയാൻ ഇത് നമ്മുടെ വീഡിയോക്ക് ഇനി ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടി പോണാണ്. കാരണം അടുത്ത നമ്മൾ TV കൊടുക്കാൻ പോണം. 55 TV. അത് ഞാൻ പറയാം. ഞാൻ ആദ്യം അതായത് 55 TV 4 പേര് ഒരുമിച്ചിരുന്ന് അൺബോക്സ് ചെയ്യും. 4 നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അൺബോക്സിംഗ് വിത്ത് സബ്സ്ക്രൈബർ എന്നാണ് എന്റെ പേര്. എന്നിട്ട് ഈ സാധനം 4 പേർക്കും TV കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ആ TV അവരാക്കി ഞാൻ കൊടുക്കും. അതാണ് പുതിയ പദ്ധതി. എന്തായാലും അപ്പൊ അത് സന്തോഷമാവുമല്ലോ. എനിക്ക് എന്റെ വീട്ടിൽ TV ഉണ്ട്.
അപ്പോൾ ഈ സാധനം എന്തായാലും നമുക്ക് പഠിക്കാം. അപ്പോൾ നാളിലൊന്നും കാണാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. വിവോ TWS ഇയർഫോൺ നിയോ യൂസർ മാനുവലാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തായാലും തരോട്ടെ, ഇത് പേടിക്കണ്ട. തരാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിച്ചത്, അല്ലെങ്കിൽ നിങ്ങളിത് എന്നെ പറ്റിക്കും. ഞാൻ പറ്റിപ്പാണെന്ന് നിങ്ങൾ ആരോടും പറയും. നമുക്ക് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. എന്റെ അമ്മേ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷം. ഇത് നോക്കി, ചെറിയൊരു സാധനം, ക്യൂട്ടല്ലേ? നല്ല ഡ്യുവൽ ടോൺ കളറും. ഇച്ചിരി വെയിറ്റ് ഉണ്ടോ? പിടിച്ച് നോക്കിയാ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇല്ല, നോർമൽ. നിങ്ങളുടെ അഭിപ്രായം എന്താ? വെയിറ്റ് ഉണ്ടോ? ഇല്ലേ? എനിക്ക് തോന്നി നടപ്പേ. നമ്മൾ ഇതേപോലത്തെ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടുള്ള ഒരു ഇതായിരിക്കാം. മാഗ്നറ്റാ, മാഗ്നറ്റ് കണ്ടോ? മാഗ്നറ്റ് പ്രൊഡക്റ്റ് ആണ് ഇതെന്താന്ന് വെച്ചാലേ ഈ കമ്പനികൾ നമുക്ക് അയച്ചു തരുന്നതാണ്. ആപ്പിളിന്റെ ഇയർപോഡ് വന്ന പിന്നെ ഒച്ചയൊക്കെ ഉണ്ടാവും. ഒച്ച ഇത് താഴെ ഇട്ടപ്പോൾ ഒച്ച കേട്ടോ. വാ, ചാർജിങ് കേസ് ഒക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ചാർജിങ് സാധാരണ കേസിൽ ഇതിന്റെ ചാർജിങ് ചാർജിങ് കേബിൾ ഉണ്ട്. സാധാരണ ചെറിയൊരു കേബിളൊക്കെ ആയിരിക്കും പറയുന്നത്. ക്വാളിറ്റി ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇനി 2 ദിവസം. C ടൈപ്പ് ചാർജിങ് പോർട്ടാ. മണ്ടത്തിലൊന്നും പറയണ്ട, പിള്ളേർ ഇതിൽ തന്നെ അല്ലാതെ എങ്ങനെയാണ് ചേച്ചി ചാർജ് ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. സോ വെരി ഗുഡ്. USB ചാർജിങ് പോർട്ടാണ്. ഓക്കെ, 5999 രൂപയാണ് പ്രൈസ്. അത്രയൊക്കെ ഉണ്ട്. പിന്നെ അതെ അല്ല, ഞാൻ മൊബൈൽ എന്താ നോക്കണം. വിവോ TWS വയർലെസ് ഇയർബഡ്. ആരാണ്? ഇവനല്ലല്ലോ, ഈ സാധനമല്ല. അതെ 5999 രൂപ. റേറ്റിംഗ് ഭയങ്കര മോശം. വേണ്ട, നമ്മുടെ സെയിം സാധനം തന്നെ നോക്കിയാ. ഇനി ഇത് അറിയണ്ടെന്ന് അറിയാം. നമുക്ക് ഇനി ഇതിന്റെ ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്തിട്ട് സൗണ്ട് ക്വാളിറ്റി, സംസാരിച്ചാൽ എങ്ങനെയുണ്ടെന്നൊക്കെ ഒരു കോള് നമുക്ക് ചെയ്യാം. ഒന്ന് പെയർ ചെയ്യാം അല്ലെ? ആ പെയർ ചെയ്യുന്ന വേറെ കാര്യം ചോദിക്കണം. ഇപ്പൊ എത്ര നാളായി ചാനൽ തുടങ്ങിയിട്ട്? ഞങ്ങളുടെ ജൂൺ 4 മാസം ആയിട്ടില്ല. 4 മാസം. ഈ ക്വാറന്റൈൻ, ഈ ലോക്ക്ഡൌൺ ടൈമിലാണ് ഈ ചാനൽ തുടങ്ങുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പൊ യൂട്യൂബ് ചാനലിലേക്ക് വരാനൊരു ഇതുണ്ടല്ലോ, എന്താ പറയാ, മോട്ടിവേഷൻ. ഞങ്ങൾ ആദ്യമായിട്ട് ചാനൽ കണ്ടു തുടങ്ങി. യൂട്യൂബ് കണ്ടു തുടങ്ങുന്ന ഒന്ന് ഇവാദിക്ക, പിന്നെ സുഹിത്തേട്ടൻ, ഇവരെല്ലാം നമ്മൾ യൂട്യൂബ് കണ്ടു തുടങ്ങുന്നതല്ല. അത് വെറുതെ. അപ്പൊ നിങ്ങൾ യൂട്യൂബിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല? അതാണ്. അല്ല, യൂട്യൂബ് അറിഞ്ഞിട്ടില്ല. ഞങ്ങള് കാണാൻ തുടങ്ങിയത് മുതല് നമ്മള് കണ്ടു തുടങ്ങുന്നത്. അതെന്താ വിഷയം എന്നറിയോ? ഇപ്പൊ പല ആൾക്കാരും നമ്മളോട് പറയാറുണ്ട്, ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ നിങ്ങളുടെ ചാനലാണ്. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ വെറും ക്ലീഷേ ഡയലോഗ്. അല്ല, ക്ലീഷേ ഡയലോഗിന്റെ അല്ല. ഞങ്ങളിപ്പോ ഫോൺ, ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയ മുതൽ യൂട്യൂബ് ആദ്യം കണ്ടു തുടങ്ങുന്നത്. ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്ന ഒരാളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് കാണത്തില്ലേ? ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും പോയിട്ടില്ലേ? ഇല്ല, പോയിട്ടില്ല. കുറെ പേര് മെസ്സേജ് അയക്കുന്നു. അല്ല, അതൊക്കെ വിടും. ഇതെന്താ വിഷയം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാനൊരു താല്പര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? അതല്ലാതെ ഇതൊരു വലിയൊരു റോക്കറ്റ് സയൻസ് അല്ല. ഇത് ആര് ചെയ്താലും എല്ലാവരെയും ഒരേ ഡൊമൈനിൽ അറിയപ്പെടണം, യൂട്യൂബർ. പക്ഷെ വേറെ കാര്യം കേട്ടോ, നിങ്ങളൊരു യൂട്യൂബർ ആകണോ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആകണോ? വലിയ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. യൂട്യൂബിലേക്ക് ആര് വീഡിയോ എടുക്കുന്ന ആൾക്കാരും യൂട്യൂബർ ആകാം, പക്ഷെ ഇൻഫ്ലുവൻസർ ബ്രാൻഡ്. അപ്പൊ നമുക്ക് നല്ലൊരു പണി ചെയ്യാം. നമ്മളിപ്പോ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഓവറായി. അപ്പൊ നമ്മൾ ഇതും വിവോന്റെ ഫോണാണ്, ഇത് വിവോന്റെ പ്രൊഡക്റ്റ്. അപ്പൊ രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. ഈസി പെയറാണ് കേട്ടോ. ഓൺ ചെയ്യട്ടെ. യെസ്, നമുക്ക് പിടിക്കുമ്പോൾ തമ്മിലൊന്ന് കണക്റ്റ് ആകുക എന്നുള്ളതാണ്. നക്കി പിടിച്ചില്ല, സോറി. യെസ്, പെയറിംഗ്. ഓഫ്, ആനിമേഷൻ കൊള്ളാട്ടോ. ചാർജിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരെണ്ണം എടുത്തേ. ചെവിയിൽ ഒരെണ്ണം എടുക്കുക. രണ്ടും വെച്ചോ, എന്നാലേ ഒരു ഇതറിയത്തുള്ളൂ. അതെ. ഞാനൊരു മ്യൂസിക് ബ്രാൻഡ് മ്യൂസിക്
ഇതെന്താ പറയാ, നിങ്ങൾ തന്നെ പറയുമ്പോഴേ ചില ആൾക്കാർ പറയും ഇബാദക്ക പറ്റിക്കലാണ് ആൾക്കാർ പറ്റിക്കലാന്ന് പറയും. ഞാനിത് അതെ റാപ്പ് വേണതാ, റാപ്പ് വേണോ എന്തായാലും മതി, കുഴപ്പമില്ലല്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞോട്ടെ എങ്ങനെയുണ്ട് സൗണ്ട് എന്നുള്ള കാര്യം. നമ്മുടെ എന്തിടണം ഒരു മ്യൂസിക് വരുന്നുണ്ടോ? ടി സീരീസിന്റെ ഒരു സാധനം 3 ദിവസം മുമ്പ് വന്നൊരു സാധനമുണ്ട്. അപ്പൊ പരസ്യമാണ് കേൾക്കണത്. കേൾക്കുന്നുണ്ടോ? സൗണ്ട് കുറവാണോ? ഇപ്പൊ പുറത്തും പോയില്ലേ? പറയുന്നല്ലോ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നല്ലോ കാണിക്കാൻ പറ്റില്ല, അത് ഇച്ചിരി ഒരു അലമ്പൂഷനാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾ പറയുന്നല്ലോ പുറത്തുനിന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പുറത്തുനിന്ന് പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ആണല്ലേ? സാധാരണ കേസിൽ പുറത്തുനിന്ന് പറഞ്ഞ ഇച്ചിരി കേൾക്കണം, അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ വണ്ടിക്ക് പോണ സമയത്തെ കുഴപ്പമില്ല, ഇത് കേൾക്കാം, ഇത് കേൾക്കാം, നല്ല അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഞാൻ നോക്കട്ടെ എടുക്കുമ്പോഴ് പുറത്ത് വരുന്നത് കേൾക്കാമല്ലോ. കുഴപ്പമില്ല, അടിപൊളി, നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ എന്താ അറിയോ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാല് ഇതിന്റെ ഡിലേ എന്ന് പറഞ്ഞാൽ 88 മൈക്രോ സെക്കൻഡ്സ് ആണ് ഇതിന്റെ ഒരു ഡിലേ എന്ന് പറയാം. ഒരു പണി ഇതേ ഒന്ന് വെച്ചിട്ട് ഞാനൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കട്ടെ. ശബ്ദം സൗണ്ട് തടയി കൊടുക്കുമ്പോഴേ സൗണ്ട് കുറയുന്നുണ്ടോ? അതിനെ കൺട്രോളിംഗ് ഉണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ തടയി കൊടുക്കുമ്പോഴേ പയ്യെ തറവണേ സൗണ്ട് ഒന്ന് കുറയുന്നുണ്ട്. ഒന്നൊന്ന് ചോദിക്കുന്നത് ട്രൈ നോക്കി പയ്യെ തറയട്ടാ. പ്ലേഡേ ഇതൊന്ന് പയ്യെ തറയി കൊടുത്തേ. ഒരു ടച്ച് മതി, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് തരാന്ന് പറഞ്ഞില്ലേ? വേണ പിന്നെ ഈ സിസ്റ്റം കണ്ടുപിടിച്ചത് അല്ല, ഒരു പണി ചെയ്തേ. ഇനി അറിയേണ്ടത് നമ്മളിപ്പോ ഇതിങ്ങനെ വെച്ചല്ലോ, നോക്കട്ടെ. അവൻ നോക്കിയത് ഇതാണ്, ഹോൾഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ എന്താണെന്നറിയോ ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് പോന്നു. അതായത് നമ്മളിപ്പോ കിടക്കുമ്പോണ്ടല്ലോ ഇത് വെച്ച് കിടന്ന ചെവി. അപ്പൊ ഒന്നാമത്തെ എന്റെ ചെവി കുറച്ച് വലുതാണ്, ഞാൻ ഒരു വീഡിയോയിൽ പറയണ്ടായി. അത് ഇതിനെ ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടാ. അത് ചിലപ്പോ ഒരു പക്ഷെ ഒരു നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വാസം ഒന്ന് വെച്ചോ, ഒന്ന് നോക്കി അല്ല ഒരു ഒഴുക്കം മട്ടുണ്ട്. വേഗം തന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി. അതിങ്ങനെ ഇരിക്കുന്നില്ല. എന്റത് ചെറിയ ചെവി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കോൾ എടുക്കണം. ഒരു കോള് ഇതിലേക്ക് ഒന്ന് വന്ന് നോക്കട്ടെ. കോൾ എടുക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സിംഗിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ചെയ്യണം. സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാം. ഇത് കൂടുതലും എനിക്ക് തോന്നണതേ ഹെൽപ്പ് ആവുന്നത് നിങ്ങൾ ട്രാവൽ വ്ളോഗേഴ്സാണ്. കാരണം ബാറ്ററി ലൈഫ് ഇതിലിട്ടിട്ടാണെങ്കിൽ നമുക്കൊരു 22 മണിക്കൂർ വരെ നിങ്ങൾ ഇതിന് പറ്റിയ ആൾക്കാരെ, കാരണം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ലേ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ഹെൽപ്ഫുൾ ആവുന്ന സാധനം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിക്കുന്ന ഒരു ബ്ലോഗറായിട്ട് നമ്മൾ മാറാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ആരാണോ നമ്മുടെ വായിട്ട് അൺബോക്സ് ചെയ്യുന്നത് അവർക്ക് നമ്മളിത് ആരാണോ നമ്മൾ ചെയ്യുന്നത് മോഹൻലാലിന്റെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞല്ലോ, മോഹൻലാലിന്റെ സൈഡ് വൈസ് നോക്കുമ്പോ ഒരു മോഹൻലാൽ ലുക്ക് വരുന്ന നോക്കട്ടെ. കാണിച്ചു കൊടുക്കും മീശ പുല്ലുമുരുകനിലെ ലുക്ക് ഉണ്ടോ സംശയം. അതെ അതുകൊണ്ടാ മോഹൻലാലാണ് മമ്മൂട്ടി കഥയില്ല എന്നാ. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ചാനലൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആണ് വില കുറച്ച് കൂടുതലായിട്ട് തോന്നിയ കൂടുതലാണ്. 5900 ഇല്ല, ഒരു 3000 റുപ്പീസ് ഒക്കെ ഒരു റേഞ്ച് ഗ്യാരണ്ടിയാണ് അല്ലെ.
വില കുറച്ച് കൂടുതലാണെന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും, അവർ കമന്റ് ചെയ്യട്ടെ എന്താണ് അവരുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ള കാര്യം. അടുത്ത TV ആണ്, അടുത്ത TV ആണ്, 55 TV ആണ്. 4 പേരെ ഇതുപോലെ വിളിച്ച് നമ്മൾ ചെയ്യിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുമായിട്ടുള്ള എല്ലാ പരിപാടിയും ഇതോടെ അവസാനിപ്പിച്ചു. ദേ നിങ്ങൾക്ക് നമ്മൾ ഈ സാധനവും ക്യാമറയ്ക്ക് ഔട്ടായി അതൊരു കേരളത്തിലെ ലീഡിംഗ് യൂട്യൂബറിന്റെ ലീഡിംഗ് അല്ല, യൂട്യൂബർമാരിൽ ഒരാള്, അപ്പൊ നിങ്ങൾ ഇനി എന്തായാലും നിങ്ങളുടെ ചാനല് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു. നിങ്ങൾ എന്നെ ഫീഡ്ബാക്ക് പറയണ്ട, നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അപ്പൊ അറിയാലോ. എന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇവര് ഉപയോഗിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ, അതായത് വോളിയം എങ്ങനെയുണ്ട്, ചാർജിങ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഡിലേ ഇല്ല, അത് നമുക്ക് എന്തായാലും സൗണ്ട് ഒക്കെ പക്കയാണ്. അതൊക്കെ ബാക്കി ഇനി ചാർജിങ്ങിനാണ് ഏറ്റവും പ്രശ്നം വരുന്നത്. പിന്നെ ചെവിയിൽ കുറെ നേരം ഇരിക്കുന്നുണ്ടോ, നിങ്ങളുടെ ചെറിയ ചെവി എന്റെ വലിയ ചെവി വ്യത്യാസം, അതൊക്കെ ഒന്ന് എന്തായാലും പരിശോധിക്കും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ഇതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾ, ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയ ആൾക്കാരുണ്ട്, അവരൊക്കെ വിളിച്ചിട്ട് നമുക്ക് അൺബോക്സിംഗ് വിത്ത് സബ്സ്ക്രൈബർ എന്നാണ് ഇതിന്റെ പേരിട്ടേക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.